ഹലോ. ഇന്നേ കുറച്ച് ഓറഞ്ചസ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ഇന്നലെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലോ ജ്യൂസറിൽ ഇട്ടിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സംശയമായിട്ടാണോ എന്ന് എനിക്കൊരു തോന്നി, അതുകൊണ്ട് അതങ്ങ് പറയാമെന്ന് വിചാരിച്ചാൽ മതി. സിട്രസ് എന്ന് ചോദിച്ചു ഒരാൾ, ഇത് സിട്രസ് ആണോ എന്ന് ചോദിച്ചു. നമുക്ക് ബോട്ടണി പഠിച്ചവർക്കൊക്കെ കുറച്ചുകൂടെ അറിയാൻ പറ്റുമായിരിക്കും. സാധാരണ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഡോക്ടേഴ്സ് പറയേ യു ഹാവ് ടു കൺസ്യൂം മോർ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് എക്സാമ്പിളായിട്ട് പറയും ഓറഞ്ചും ലൈം, ഗ്രേപ്പ് ഫ്രൂട്ട്, അങ്ങനെയുള്ളതൊക്കെ. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോസമ്പി. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിട്രസ് എന്നുള്ളത് നമ്മൾ ഓറഞ്ചിന് പകരമായിട്ട് ആ പേരാണെന്ന് വിചാരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങും. അതല്ല കേട്ടോ, ഓറഞ്ചസ് ആർ സിട്രസ് ഫ്രൂട്ട്സ്, പക്ഷേ ലെമൺസ് ആർ ഓൾസോ സിട്രസ് ഫ്രൂട്ട്സ്. അപ്പോൾ അതിന് എപ്പോഴും ബയോളജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ ഓറഞ്ചസ് ആർ സിട്രസ് ഫ്രൂട്ട്സ്, ബട്ട് ഓൾ സിട്രസ് ഫ്രൂട്ട്സ് ആർ നോട്ട് ഓറഞ്ചസ്. മനസ്സിലായോ? ഒന്നുകൂടെ കേട്ട് നോക്കൂ. അതായത് എല്ലാ ഓറഞ്ചസും സിട്രസ് ഫ്രൂട്ട്സ് ആണ്, എന്നാൽ എല്ലാ സിട്രസ് ഫ്രൂട്ട്സും ഓറഞ്ചസ് അല്ലാന്ന്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞു നാരങ്ങ ഉണ്ടാകും, വലിയ നാരങ്ങ, വലിയ ലാർജ് ലെമൺസ് കണ്ടിട്ടില്ലേ, വലുത്. ഞാനതൊക്കെ കുറച്ച് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ലുലുവിൽ പോയി വന്നിട്ട് ഞാൻ പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വലിയ നാരങ്ങേനെ നമ്മൾ ബിഗ് ലൈം ഫ്രൂട്ട് എന്ന് പറയും, ചെറിയതിനെ ലെമൺസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന നാരകത്തിൽ ഉണ്ടാകുന്നത് ലെമൺ എന്ന് പറയും അല്ലേ. പിന്നെ ഓറഞ്ചസ് എന്ന് പറയുന്നത് ശരിക്കും ആ ഓറഞ്ച് തന്നെ നമ്മൾ പൊളിച്ച് ഇങ്ങനെ, ചിലപ്പോൾ അതിൻ്റെ തോട് ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ആ അല്ലിയായിട്ട് നമുക്ക് കഴിക്കാൻ പറയുന്നതിനെയും കമല ഓറഞ്ച് എന്ന് പറയും ഞങ്ങൾ അവിടെ മദ്രാസിൽ. അതിനെ കമല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഇവിടെ ബോംബെയിലൊക്കെ വിൽക്കുന്നതിന് കമല എന്നാണ് അവർ പറയുക. ദേ മീൻ ഓറഞ്ചസിന് ആ പേര് വന്നത് അതിൻ്റെ പുറം ചട്ടയും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പൾപ്പൊക്കെ ഓറഞ്ച് കളർ ആയതുകൊണ്ടാണല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു മനസ്സിലാക്കിയേക്കുന്നതും. പിന്നെ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, എനിക്കും തിരുത്താം. ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഒന്നും കൂടി പോയി ഗൂഗിളിലൊക്കെ തപ്പുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുകയാണെങ്കിലാണ് അത് ഗ്രേപ്സിനെ അല്ല ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോസമ്പി, അത് യെല്ലോയിഷ് ആയിരിക്കും കുറച്ച്. അതിങ്ങനെ അതിൻ്റെ തോലിങ്ങനെ പറിച്ചെടുക്കാൻ പ്രയാസമാണ്. ഇതിൻ്റെ തോലിങ്ങനെ പറിച്ചെടുക്കാം. ഇതൊക്കെയാണ് ആ ഫ്രൂട്ടിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാനൊരു ഡൂറി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കണ്ടായിരുന്നേ, ചക്ക പോലെ. അത് ചില കൺട്രീസിൽ അത് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് തന്നെ ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് തരുമെന്ന്. ഐ തിങ്ക് ശ്രീലങ്കൻ ഫ്രൂട്ടാണത്. ശ്രീലങ്കയിലാണോ എവിടെയാണ്, മലേഷ്യയിലാണോ, എവിടെയോ ഒരു സ്ഥലത്ത് അങ്ങനെ അതും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അത്രയൊക്കെ ഫ്ലൈറ്റിലൊക്കെ കയറാനേ പറ്റില്ല. ബിക്കോസ് അത് ചക്കയ്ക്ക് തന്നെ കണ്ടിട്ടില്ലേ, ചില ചക്ക നമ്മൾ നാട്ടിൽ കൂഴച്ചക്ക എന്നൊക്കെ പറയും, എൻ്റെ വലിയമ്മച്ചിയൊക്കെ. അതിങ്ങനെ സ്ലൈമി ആയിരിക്കും. അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ തൊണ്ടയിലൊക്കെ കെട്ടും. ഭയങ്കര അപകടകരമായ ഒരു ചക്കയുണ്ട്. അത് വരിക്കച്ചക്ക എന്ന് പറയണ അതല്ല, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ ഇരിക്കും അത്. അതിന് ഭയങ്കര ഇതാണ്, നല്ല സെൻറ്റാണ് അതിന്. അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഈച്ചകളൊക്കെ ഇങ്ങനെ പറന്നു വരും അല്ലേ. കൂഴച്ചക്ക പഴുത്താൽ ആ നാട് മുഴുവനും അറിയും എന്ന് പറയും, ചക്കയുടെ മണം എന്ന് പറയും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഡൂറിയൻ എന്ന് പറഞ്ഞത് ഈ ചക്കയുടെ ഫാമിലിയാണ്. അദ്ദേഹത്തിനും ഇതേപോലെയുള്ള മണമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അറിയാതെ അതെല്ലാം കയ്യിൽ കൊണ്ടുവരാനോ ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുവരാനോ ഒന്നും നോക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം. അല്ലെങ്കിലും ഫ്ലൈറ്റിൽ സീഡ്സും പ്ലാന്റിൻ്റെ വിത്തുകളും പിന്നെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സും ഒന്നും അലൗഡ് അല്ല കേട്ടോ. പല കാരണങ്ങൾ കൊണ്ടും അലൗഡ് അല്ല. കാരണം എന്താണെന്നറിയോ, ബയോഡൈവേഴ്സിറ്റിയെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കീടങ്ങളൊക്കെ ഇല്ലേ, ആ കീടങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അവർക്ക് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റീനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും, ഈ പഴങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ
ആക്ടിന് അഗൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞില്ലേ നമ്മുടെ നവ്യ നായർ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ആ സമയത്ത് അവർ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുല്ലപ്പൂവിൻ്റെ ഇരട്ടിയുടെ ഏതോ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ അടുത്തുള്ള പിഴ അവർ കൊടുക്കേണ്ടി വന്നു. അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട്, തലയിലുണ്ടായിരുന്നതുകൊണ്ടാണോ ലഗേജിലുണ്ടായിരുന്നതുകൊണ്ടാണോ അത് ഓസ്ട്രേലിയൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വിസ ഇതിന് എഗൻസ്റ്റ് ആണ്. അത് കെട്ടിയിട്ടേ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് അവർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ നമ്മൾ ഈ സെലിബ്രിറ്റീസ് അവരിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വന്ന് പറയുന്ന കാരണം നമുക്ക് കുറേ അറിവുകൾ നമുക്ക് കിട്ടും അല്ലേ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവിടെ ചെന്നിട്ട് നമ്മളത് വാങ്ങിക്കുമ്പോൾ കാശ് കൂടും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ കൊണ്ടുപോയത്. പക്ഷെ അതിൻ്റെ ഡബിൾ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇതുണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂവില്ലേ, അത് വേണമെങ്കിൽ വെച്ചാൽ മതി വേറെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ. അല്ലാതെ എന്ത് ചെയ്യാനാണല്ലേ. ഇപ്പം എല്ലായിടത്തും എനിക്കും അതെ, മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏത് പെണ്ണുങ്ങൾക്കാണ് ഇഷ്ടമില്ലാത്തത്? അതൊക്കെ തലയിലൊക്കെ ഒന്ന് ചൂടിയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ പിച്ചി എന്ന് പറഞ്ഞൊരു പൂവും തലയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഈ പിച്ചി പൂവ് നമ്മൾ അതിനും ഇതുപോലെയുള്ള ചില ഭയങ്കര വാസനയുണ്ട്. ആ വാസന എല്ലാവരുടെയും ഇതിൽ നല്ലതല്ല. നാസാദ്വാരങ്ങളിലൂടെ കയറി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ തലവേദന പോലെ ഇങ്ങനെ വരും ചിലർക്ക്. ചില സെൻറ്റ് പെർഫ്യൂംസിനൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ. അപ്പോൾ ഇതാണ് പഴങ്ങളുടെ കഥ. അതേപോലെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷം എന്ന് പറഞ്ഞാൽ 8 വർഷം മുമ്പ് ഇവിടെ താമസമാക്കിയപ്പോഴേ ഇവിടെ വന്നിട്ട് വെയ്റ്റ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈ എൻഡ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഒരു ദിവസം എനിക്ക് തോന്നി, ഓറഞ്ചൊക്കെ മേടിക്കാനൊക്കെ എപ്പോഴും അരവിന്ദ് കൂടെ വരുമ്പോഴാണ് ഞാൻ അന്നൊക്കെ ലുലുവിലൊക്കെ പോകണമെങ്കിൽ കാറിൽ പോകണം. ഇവിടെ അടുത്ത് ഇപ്പോഴാണ് ലുലു വന്നത്, ഇവിടെ തന്നെ ഉണ്ട് ഒരു ലുലു. അതിന് മുമ്പ് നമ്മൾ കാറിലാണ് പോകണം. അപ്പോൾ അരവിന്ദൊക്കെ വന്നു കഴിഞ്ഞിട്ടൊക്കെ പോകാനൊക്കെ പറ്റുള്ളൂ. അത് അങ്ങനെയൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ നടന്നു പോയി കുറച്ച് ഓറഞ്ചസ് മേടിച്ച് കൊണ്ടുവരാൻ കഴിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ പോയി. എനിക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. കാരണം അത് അധികവും എക്സ്പാറ്റ്സ്, നമ്മളും എക്സ്പാറ്റ് തന്നെയാണ് ഇവിടെ. പക്ഷേ യൂറോപ്യൻസ് വാങ്ങിക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെയാണ് അവർ വാങ്ങിക്കുള്ളൂ. അത് ഹൈ എൻഡ് ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ ഇന്ത്യൻസ് മേടിച്ച് കൺവേർട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇത്രയും രൂപയോ എന്നിരുത്തി അത് അവിടെ തന്നെ നമ്മൾ വെച്ചുകൊണ്ട് വരും. ഈ പ്രാവശ്യം ഞാൻ എന്ത് കരുതി, ലെറ്റ് മീ ജസ്റ്റ് ട്രീറ്റ് മൈസെൽഫ്. കുറച്ച് നല്ല ഫ്രൂട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. നല്ല ഉരുണ്ട് പഴുത്ത് നല്ല സുന്ദര കുട്ടനായിട്ടുള്ളൊരു ഓറഞ്ചിനെ കണ്ടു ഞാൻ അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഒരു 1/2 കിലോ ഓറഞ്ച്. അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി കേട്ടോ. അതിന് വില 1/2 കിലോ ഓറഞ്ചിന് ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 ദിർഹംസ് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. 40 ദിർഹംസ് എന്ന് പറഞ്ഞാൽ അന്ന് 20 രൂപയായിരുന്നു. ഒരു ദിർഹംസിന് 20 ആയിരുന്നു. അപ്പോൾ 800 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം എനിക്കൊരു അന്നൊന്നും അത്ര ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാധനം കണ്ട് നമുക്ക് കഴിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതുകൊണ്ട് ഇവിടെ വന്നു അത് തുറന്ന് കീഴ്പ്പോഴുണ്ടല്ലോ. ഇന്ന് ഞാൻ കണ്ടു ഇവിടെ ബ്ലഡ് ഓറഞ്ച്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാവും പലരും. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും. ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഞാനത് റീപോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൽ ആ ബ്ലഡ് ഓറഞ്ച് ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തു, ഇങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുറിക്കാമെന്ന് കരുതി. ഞാൻ മുറിച്ചപ്പം എൻ്റെ കയ്യിലെല്ലാം ബ്ലഡ് പോലെ ബ്ലഡ് പോലെ കേട്ടോ. ഇങ്ങനെ കൈയുടെ ഇവിടെയൊക്കെ ചുമന്ന് ബ്ലഡ്. പക്ഷെ എൻ്റെ ദൈവമേ, കൈ മുറിഞ്ഞോ വല്ല കത്തി വെച്ചിട്ട് പിന്നെ നോക്കാം കേട്ടോ. എന്നാൽ ഈ ഓറഞ്ച് ചീഞ്ഞതായിരിക്കും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ ഓറഞ്ച് കളഞ്ഞില്ല. ഭാഗത്തിന് ഇങ്ങനെ പൊളിച്ചിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ അതൊരെണ്ണം അങ്ങനെ മാറ്റി വെച്ച് ചീഞ്ഞതായിരിക്കും. ദൈവം ഇത്രയും വിലയുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഇത് തന്നെ ഗതി. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ ഗതി. അപ്പോൾ ഞാൻ വെച്ചു ശരി, ഇതിനെപ്പറ്റി ഒന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ കവർ എടുത്തിട്ട് അതിൽ അവരെന്താണ് അടിച്ചിരിക്കുന്നത്, ആ ഒരു സ്റ്റിക്കറിൽ അടിക്കും ആ ഓറഞ്ചിൻ്റെ പേരെന്താണെന്ന് നോക്കുമ്പോൾ ബ്ലഡ് ഓറഞ്ച് എന്നാണ് അടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ബ്ലഡ് ഓറഞ്ച് എന്ന് അടിച്ച് നോക്കിയപ്പോൾ ഭഗവാനെ, പുള്ളി ഒരു താരമാണ്. ബ്ലഡ് ഓറഞ്ച് എന്ന് പറയുന്നത് സിസിലി എന്ന് പറഞ്ഞിട്ട് ഇറ്റലിക്കാരനാ. സിസിലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നതാ. അവിടെയുള്ളൂ അത്, അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് ഒരു തരം എൻസൈമാണ്. നമ്മൾ ഈ ക്രസാന്തിമം പൂക്കളിലൊക്കെ ഉണ്ടാകുന്ന ഒരു എൻസൈം ഉണ്ടല്ലോ, ക്രസിന്തമൈനോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. അതായത് ഇങ്ങനത്തെ ഒരു വയലറ്റിഷ് കളറ്, ഇപ്പോൾ ബീട്രൂട്ടിലും ഒക്കെ ഉണ്ട് ആ കളറ് ഉള്ള ഒരു എൻസൈം തനിയെ ആ ചെടിയിലുള്ളതാട്ടോ. ഒന്നും കുത്തിവെച്ചൊന്നുമല്ല, അതിലുള്ളത് തന്നെയാണ്. അതാണ് ബ്ലഡ് ഓറഞ്ച്. ദാറ്റ്സ് ദ എക്സ്പെൻസീവ് ഓറഞ്ചസ് ഇൻ ദ വേൾഡ് എന്ന്.
ദ ഹോൾ വേൾഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ഓറഞ്ചാണ് ഞാൻ ആ വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊളിച്ച് ഇത് ചീഞ്ഞതാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. ഭാഗ്യത്തിന് ഞാൻ കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാനതെടുത്ത് കഴുകിയാനെന്ന് എനിക്കിപ്പോൾ പിന്നെ തോന്നിയാണ്. അപ്പം ഞാനതെടുത്ത് ഒന്ന് പൊളിച്ച് ശരിക്കൊക്കെ പൊളിച്ച് ഞാൻ എടുത്തു വെച്ചു, അരുണിനും കൊടുത്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ അത് നന്നായി കഷ്ണിച്ച് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കണ്ടിച്ച് നല്ല ഭംഗിയാണത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏതോ ഒരു സമയത്ത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ ഫോട്ടോസൊക്കെ, അതിനകത്തുനിന്ന് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യും, പോയി നോക്കണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് വന്നൂടെ നിങ്ങൾക്കൊക്കെ? അതിനകത്ത് ഞാൻ പിന്നെയും വേറെ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ. കുറച്ചൊക്കെ ഞാൻ അത് തന്നെ റീപോസ്റ്റ് ചെയ്യാറുണ്ട് ഇതിനകത്ത്. പക്ഷേ രണ്ടും രണ്ട് തലത്തിലാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ തന്നെ കിടക്കും. പറഞ്ഞു വന്നത് ഫ്രൂട്ട്സിൻ്റെ കഥ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഇതൊക്കെ അറിവുകളാണ്, എല്ലാ ദിവസവും ഞാനും പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്ലഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് സംഭവം ഞാൻ കഴിച്ചു സുഹൃത്തുക്കളെ. ഇനിയൊരു എക്സ്പെൻസീവ് സംഭവം കഴിച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ പേര്, ഇതിൻ്റെ മുട്ടയില്ലേ, എന്താ, കാവിയർ എന്നാണ് അതിൻ്റെ പേര്, CAVIAR. അത് തന്നെയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇതൊക്കെ ഞാൻ ഓർമ്മകളിൽ നിന്ന് വരുന്നതാണ്, ഇതൊന്നും ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എനിക്ക് കഥ വരുന്നതാണ്. അതാണ് എൻ്റെ മോള് പറഞ്ഞുള്ള ബ്ലാ 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 എന്ന് പോകുന്നത്. അതെന്തോ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്, സരസ്വതി ദേവി. ഒരു കഥയിൽ നിന്ന് വേറൊരു കഥയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു ഇതെന്ന് വെച്ചാൽ, ഈ കാവിയർ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് സാൽമൺ എന്ന് പറഞ്ഞൂടാ, SALMON തന്നെയാണ് അതിൻ്റെ. സാമൺ എന്ന് പറയുന്ന ആ ഫിഷിൻ്റെ റോ ആണത്, ROE എന്ന് പറഞ്ഞ മുട്ട, കുട്ടികൾ ഉണ്ടാക്കുന്ന മുട്ട, മത്സ്യക്കുഞ്ഞുങ്ങൾ വരുന്ന മുട്ട, ആ മുട്ടയാണ് ഈ കാവിയർ എന്ന് പറഞ്ഞ ഡിഷാക്കിയിട്ട് വരുന്നത്. അതിനൊരു നമ്മുടെ ഈ നല്ല ഇതില്ലേ, ഞാവൽപ്പഴത്തിൻ്റെ കളറാണ് അതിന്, കറുപ്പ് പോലെ തോന്നും, പക്ഷെ ഞാവൽപ്പഴം, ബെറിയില്ലേ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ ബെറി, ആ ബെറിയുടെ പോലെ ഇരിക്കും. ബ്ലാക്ക്ബെറി അല്ല, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, പിന്നെ എന്താണ് വേറെ ഒരെണ്ണമുണ്ടല്ലോ, ഇങ്ങനെ ക്രേപ്സ് പോലെ ചെറുതായിട്ട്, അതുപോലെ ഇരിക്കുന്ന ചെറുതാണ് ഈ കാവിയർ എന്ന് പറയുന്നത്. അതിന് ഒരു പാത്രം ഡിഷിനൊക്കെ 1.5 ലക്ഷം രൂപയൊക്കെയാണെന്ന്. ഞാൻ അതൊന്നും അല്ല കേട്ടോ കഴിച്ചത്. അത് ഒരു ചൈനീസ്, ഞങ്ങളിവിടെ പോയിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ, ഞാനും മോളും അരവിന്ദും, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ഹയാത്ത്, കൽക്കത്തയിൽ. അവിടെ അവർ ഈ കാവിയർ മുകളിൽ വളരെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡിഷിൻ്റെ മുകളിൽ. ഞാനത് കഴിക്കുന്നത് ഇതിനകത്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയും എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ. വേണമെങ്കിൽ അനുഭവിക്കാം, ഇല്ല വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജീവിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ജീവിക്കാം. ഞാൻ ഈ കാവിയറിനെ പറ്റി കേട്ടത് മമത മോഹൻദാസ് എന്ന് പറഞ്ഞൊരു നടിയിലെ, പുള്ളിക്കാരത്തി ഹസ്ബൻഡിൻ്റെ കൂടെ, പുള്ളി ആദ്യം കല്യാണം കഴിച്ചിരുന്നത് പുള്ളിയുടെ ഏതോ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം അവർ തന്നെ തമ്മിൽ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആവുകയോ എന്തോ ചെയ്തു. പക്ഷെ ആ സമയത്ത് പുള്ളി ഇത് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡിഷ് ഞാൻ കഴിച്ചു. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് കേട്ടോ അത്. ഞാൻ ആ ഡിഷൊന്നും മൊത്തം കഴിച്ചൊന്നുമില്ല, പക്ഷെ ആ സമയത്ത് ഞാൻ ഓർത്ത് വെച്ചിരുന്നു, അത് എപ്പോഴെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കുന്നു. ഒരിത്തിരി അവരതിനകത്ത് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച ആ ഡിഷിൻ്റെ പേരെന്തായിരുന്നു, സുഷിയില്ലേ, ജാപ്പനീസ് സുഷി എന്നല്ലേ എന്നെ പറയണേ, അതിലകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് മുകളിൽ. ഇതാണ് ഫുഡിൻ്റെ കഥയായിപ്പോയി പറഞ്ഞു വന്നപ്പോൾ അല്ലേ. കാരണം എനിക്ക് ആ ഓറഞ്ചസിനെ പറ്റി പറയണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഓർത്തിണക്കി ഒരു സ്റ്റോറി ഉണ്ടാക്കിയതാണ്. ഇതിനകത്തും പഠിക്കണമല്ലോ, സ്ത്രീകളായിട്ടുള്ള നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. പല ഡിഷസിൻ്റെ പേരും പല മീൻ മുട്ടയുടെ പേരും എല്ലാം അറിഞ്ഞു അല്ലേ. ചെറുപ്പത്തിലെ മീൻ മുട്ട, ഈ മത്തിയുടെ മുട്ടയെല്ലാം ഭയങ്കര നല്ലതാണ്, അത് ഫ്രൈ ചെയ്തൊക്കെ അമ്മ നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിനൊക്കെ കൊടുക്കുമായിരുന്നു. ഞാനും കഴിക്കുമായിരുന്നു, പക്ഷെ അവൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ചെറുപ്പത്തിൽ. സോ ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് വേണമല്ലോ, ഒമേഗ 3 വേണമല്ലോ അന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി അങ്ങനെ മേടിക്കാറുണ്ട് അങ്ങനെ. വളരെ പ്രയാസമാണ് അതൊക്കെ കിട്ടാനായിട്ട്. ഇപ്പോഴൊക്കെ ലുലുവിൽ അതിന് മാത്രമായിട്ടുണ്ട്, അതൊക്കെ മെഷീൻസ് വഴി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. സംടൈംസ് വി ഗെറ്റ്.
പിന്നെ അരവിന്ദാണെങ്കിൽ ആസാമിൽ വെച്ചിട്ട് അരവിന്ദ് പറയും ഈ മത്തി സാഡാൻ എന്ന് പറഞ്ഞത് കിട്ടുകയില്ല, കാരണം അതൊരു ലാൻഡ് ലോക്ക്ഡ് ഏരിയ ആണല്ലോ. പിന്നെ പഹാഡ് അങ്ങോട്ടേക്ക് മലകളാണല്ലോ. അപ്പോൾ ആ മലകളുടെ അവിടെ വരുന്ന റിവർ അരുവി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയിൽ വരുന്നതൊക്കെയല്ലേ ആ ഫിഷസൊക്കെ ആയിരിക്കും അവിടെ വിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കടൽ മീനുകൾ അധികം കിട്ടാറില്ല. ഈ അയില ചാള മുതലായവയൊന്നും കിട്ടാറില്ല. അപ്പോൾ അത് പാക്ഡ് ആയിട്ട് വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് അമ്മ കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.